നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. ആശമാർക്ക് ആശ്വാസവുമായി കേന്ദ്രം. ധനസഹായം വർദ്ധിപ്പിക്കും. ആശമാരുടെ കഠിനാധ്വാനത്തെ അഭിനന്ദിച്ച് ആരോഗ്യമന്ത്രി JP നഡ്ഡ. STPI കൂടുതൽ കുരുക്കിലേക്ക്. PFI STPI വ്യാജ ഫണ്ടിംഗ് നടന്നതിന് തെളിവുകൾ ശേഖരിച്ച് ED. ചാരിറ്റിയുടെ മറവിൽ വിദേശത്തു നിന്നും എത്തിയത് കോടികൾ. 29 അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചത് 262 കോടി രൂപ. കാസർകോട്ടെ 15-കാരിയുടെ മരണത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ നിശ്ചിത വിമർശനം. പോക്സോ കേസായി പരിഗണിച്ച് അന്വേഷിക്കണമായിരുന്നു. സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ ഉടൻ നടപടിയെടുക്കണമെന്ന് താക്കീത്. പാലക്കാട് തണ്ണീരങ്കാട് ബാങ്ക് തട്ടിപ്പിൽ CPM പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. നീതി സ്റ്റോറിൽ നടന്നത് 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. പിടിയിലായ സത്യവാൻ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ രാജി. മൗറീഷ്യസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. ഭാരതം നടപ്പാക്കുന്ന 20 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന ദേശീയ ദിനാചരണത്തിൽ മുഖ്യാതിഥിയാകും. പുണ്യ നൈവേദ്യത്തിനൊരുങ്ങി അനന്തപുരി. ആറ്റുകാൽ പൊങ്കാല മറ്റന്നാൾ. നാളെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കൊൽക്കത്ത ജാദവ്പൂർ സർവകലാശാലയിൽ വിഘടനവാദ മുദ്രാവാക്യം. ചുവരുകളിൽ ആസാദ് കശ്മീർ, ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങൾ. ഇടതു സംഘടനയായ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷനെതിരെ കേസ്. കേരളം മദ്യലഹരിയിലെന്നത് കുപ്രചരണമെന്ന് ടൂറിസം മന്ത്രി. റിപ്പോർട്ട് ചെയ്യുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമെന്ന് മന്ത്രി നിയമസഭയിൽ. കോഴിക്കോട്ട് MDMAയുമായി 3 പേർ പിടിയിൽ. സർവകലാശാലകളിൽ ലഹരി ഉപയോഗം തടയാൻ നടപടികൾ ആരംഭിച്ച് VC-മാർ. വിശദാംശങ്ങളിലേക്ക് പോകാം. ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക മുഴുവൻ നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. കേരളത്തിന് വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ടെന്നും എന്നാൽ കേരളം പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആശാപ്രവർത്തകരുടെ അധ്വാനത്തെ അഭിനന്ദിക്കുന്നു. ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും JP നഡ്ഡ രാജ്യസഭയിൽ പറഞ്ഞു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, വിഷയത്തിൽ ആശമാരുടെ സമരം ഇന്ന് 30 ദിവസം പിന്നിടുമ്പോൾ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. ധനസഹായം വർദ്ധിപ്പിച്ച് ഓണറേറി വർദ്ധിപ്പിക്കാനുള്ള വഴികളിലേക്കാണോ? സമരവുമായി ബന്ധപ്പെട്ട നിലവിൽ സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര സർക്കാരിനെയായിരുന്നു. നിരവധി തവണ കേന്ദ്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് പണം നൽകാനുണ്ട് എന്നായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത്. ഇതിൽ കൃത്യമായൊരു മറുപടിയാണ് ഇതിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ രാജ്യസഭയിൽ നൽകിയിട്ടുള്ളത്. രാജ്യസഭാ അംഗം, കേരളത്തിൽ നിന്നുള്ള അംഗം സന്തോഷ് നൽകിയിട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകവെയാണ് കേരളത്തിന് മാത്രമല്ല മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട്
എല്ലാ കുടിശ്ശികയും തീർത്തു നൽകിയിട്ടുണ്ട്. കേരളത്തിന് നൽകാനുള്ള മുഴുവൻ കുടിശ്ശികയും നൽകിയിട്ടുണ്ട്. എന്നാൽ കേരളം ഈ പണം വിനിയോഗിച്ചതിന്റെയും വിശദാംശങ്ങൾ, കണക്കുകൾ ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നൽകിയിട്ടുള്ള പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ വിശദാംശങ്ങൾ, കണക്കുകൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് JP നദ്ദ ഗുരുതരമായി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെയും വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സമാനമായ വിഷയം കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. കേരളത്തിന് അനുവദിക്കുന്ന പണം ഏത് രീതിയിൽ വിനിയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നൽകുന്നില്ല എന്നുള്ളത് മുൻപും കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ടും സമാനമായ വിഷയം ഇപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഒപ്പം വീണ സൂചിപ്പിച്ചതുപോലെ ആശാപ്രവർത്തകരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ് JP നദ്ദയുടെ മറുപടിയിൽ ഉണ്ടായിട്ടുള്ളത്. ആശമാരുടെ പ്രവർത്തനം തീർത്തും അഭിനന്ദിക്കേണ്ടതാണ്. അവരുടെ വിവിധ രീതിയിൽ നടത്തുന്ന സേവന പ്രവർത്തനം, അവരുടെ പ്രവർത്തനം അഭിനന്ദനം അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കും, വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി ജിഷ്ണു, അതേസമയം ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക മുഴുവൻ നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളം ഉന്നയിച്ച ആ വാദം കൂടി, അതായത് കേരളത്തിന് വിഹിതം കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന് എടുത്തു പറയുകയും കേരളം പണം വിനിയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല എന്ന കാര്യവും സഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ വാദം പൂർണ്ണമായും തെറ്റാണ് എന്നുള്ള കാര്യമാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാർ നേരത്തെയും ഈ ആശമാരുടെ സമരം സംബന്ധിച്ചുണ്ടാകുമ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കുടിശ്ശിക വന്നിട്ടുണ്ട്, ഇനിയും പണം കേന്ദ്ര സർക്കാർ നൽകാനുണ്ട്, ഈ വിഷയം ആശാമാരുടെ സമരം പരിഹരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് തുടങ്ങിയ ന്യായങ്ങളായിരുന്നു സംസ്ഥാന സർക്കാർ മുൻപോട്ട് വെക്കാറുള്ളത്. എന്നാൽ അതിനൊരു കൃത്യമായ മറുപടിയാണ് ഇന്നിപ്പോൾ JP നദ്ദ നൽകിയിട്ടുള്ളത്. ഒന്ന്, ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും, കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക തീർത്തു നൽകിയിട്ടുണ്ട്. കേരളത്തിന് കൃത്യമായി പണം നൽകിയത്, ആ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു, ആയുഷ്മാൻ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകിയ പണം ഏത് രീതിയിൽ വിനിയോഗിച്ചു എന്നതിന്റെ കണക്കുകൾ ഇതുവരെ കേരളം ബോധിപ്പിച്ചിട്ടില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. ഒപ്പം ആശമാരുടെ വേതനം വർദ്ധിപ്പിക്കും, അവർക്ക് നൽകുന്ന സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കും എന്ന കാര്യം കൂടി ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി ജിഷ്ണു. അതേസമയം ഓണറേറിയം വർധന ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം ഇന്ന് 1 മാസത്തിൽ എത്തി. വിവാദങ്ങളും അധിക്ഷേപ പരാമർശവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ആശമാർ. മാസം 1 തികഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഇടപെടലില്ലാത്തതിനാൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവരുടെ സമരം. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ആരംഭിക്കുന്നത്. സമരം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടിക്രമങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പക്ഷേ മിനിസ്റ്റർ ചേംബറിൽ ചർച്ചയ്ക്ക് വിളിച്ചത് നമ്മൾ സമരം തുടങ്ങി 5ാമത്തെ ദിവസമാണ്. നമ്മളവിടെ ചർച്ചയ്ക്ക് ചെല്ലുമ്പോൾ മിനിസ്റ്റർ ഈ ഡിമാൻഡെല്ലാം എടുത്ത് വെച്ച് ചർച്ച ചെയ്തു. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ് തരണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ സർക്കാരിന് സാമ്പത്തിക പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ധനമന്ത്രിയോട് സംസാരിക്കാം, അദ്ദേഹത്തിന് മാത്രമായിട്ടും തീരുമാനമെടുക്കാൻ കഴിയില്ല, നമ്മുടെ ധനകാര്യ വകുപ്പുമായിട്ടും കൂടി ചർച്ച ചെയ്യാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതിന് പിറ്റേ ദിവസമാണ് പത്തനംതിട്ടയിൽ എന്തോ പരിപാടിക്ക് വന്നപ്പോഴത്തേക്ക് പത്രക്കാർ ചോദിച്ചപ്പം, മീഡിയ ചോദിച്ചപ്പോഴത്തേക്ക് ധനമന്ത്രി ഈ സമരത്തിനെ വളരെ മോശമായിട്ട് കണ്ടുകൊണ്ട് പരാമർശം നടത്തിയത്, കുത്തിയിളക്കിക്കൊണ്ട് വന്നവരാണെന്നൊക്കെയുള്ള പരാമർശം നടത്തിയത്. തുടർന്ന് കാണുന്നത് സമരം ഘട്ടം ഘട്ടമായി ശക്തമാകുന്നതാണ്. രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ള വിവിധ ആളുകൾ സമരഭൂമിയിലെത്തി.
CPM-ൻ്റെയും CPM നേതാക്കളുടെയും കടുത്ത അധിക്ഷേപവും സർക്കാരിൻ്റെ അവഗണനയ്ക്കും സമരം ഈ ഒരു മാസക്കാലത്തിനുള്ളിൽ സാക്ഷ്യം വഹിച്ചു. ഈ സമരത്തിന് തുടക്കം മുതൽ തന്നെ അതിനോട് വളരെ ഒരു ശത്രുതാപരമായ ഒരു സമീപനം എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള ഒരു നിലപാടാണ് എടുത്തത്. അതിനനുസരിച്ചുള്ള അധിക്ഷേപങ്ങൾ മന്ത്രിമാരും CITU നേതാക്കന്മാരും ഒക്കെ നടത്തി. ഞങ്ങൾ പക്ഷേ അതിനകത്തൊന്നും ഞങ്ങൾ പ്രകോപിതരായില്ല. ഞങ്ങൾ പൊതുസമൂഹമാണ് അവരെ വിലയിരുത്തിയതും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണ് ശക്തമായ പ്രതിഷേധം അതിനെതിരായി ഉണ്ടായി വന്നത്. മഴ നനഞ്ഞ് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ആശ്വാസമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരഭൂമിയിലെത്തി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സമരഭൂമി സന്ദർശിച്ചു. ഒരുപക്ഷെ ഇത്രയും ശക്തമായൊരു സമരം, വനിതകൾ നയിക്കുന്ന ഒരു സമരം ഈ അടുത്ത കാലത്തൊന്നും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടില്ല. സർക്കാരിനും CPM നേതൃത്വത്തിനും ഭീഷണി ഉയർത്തുന്നതായിരുന്നു സമരം. നട്ടാക്കുരുക്കാത്ത ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് സർക്കാരും CPM നേതൃത്വവും സമരത്തെ നേരിട്ടത്. എന്നാൽ വനിതാ സംഗമത്തിലൂടെയും നിയമസഭാ മാർച്ചിലൂടെയും വനിതാ ദിനത്തിലെ പ്രതിഷേധങ്ങളിലൂടെയെല്ലാം സമരം ഘട്ടം ഘട്ടമായി മുന്നേറുന്നതാണ് കേരളം കണ്ടത്. വെയിലും മഴയും അടക്കമുള്ള പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ടുള്ള അതിജീവന സമരം ഒരു മാസം പിന്നിടുകയാണ്. ഈ ഒരു മാസം പിന്നിടുമ്പോഴും ബാക്കിയാകുന്നത് സർക്കാരിൻ്റെ അവഗണന മാത്രമാണ്. STPI കൂടുതൽ കുരുക്കിലേക്ക്. PFI STPI വ്യാജ ഫണ്ടിംഗ് നടന്നതിന് തെളിവുകൾ ശേഖരിച്ച് ED. ചാരിറ്റിയുടെ മറവിലാണ് ഇടപാടുകൾ നടത്തിയത്. വിദേശത്തു നിന്നും കോടികളെത്തി. 29 അക്കൗണ്ടുകളിലായി 262 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. 32 കോടി രൂപ ചെലവഴിച്ചതിനും കണക്കുകളുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, കണക്കുകൾ വെച്ചുകൊണ്ടാണ് ED ഇത് നിരത്തുന്നത്. ഏതായാലും STPIക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങൾ കൂടി ചേർത്താണോ ഇത്? വീണ, കഴിഞ്ഞ ദിവസം വ്യാപകമായി നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായി തന്നെ ഉള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് കാരണം STPIക്കുള്ള മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും ഇടപാടുകളും എല്ലാം നടത്തിയിരുന്നത് നിരോധിത ഭീകര സംഘടനയായ PFI ആണ് എന്ന് നേരത്തെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നതും രാജ്യത്താകെ STPIയുടെ ഓഫീസുകളിൽ നടത്തിയ, കേരളത്തിലടക്കം STPIയുടെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ഡീറ്റെയിൽ തെളിവുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തത്. മാത്രമല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ബാങ്ക് ഇടപാട് വിവരങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളും ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് അനധികൃതമായ ഫണ്ട് വരവും നടന്നു എന്ന് വ്യക്തമായത്. കൃത്യമായി തന്നെ ചാരിറ്റിയുടെ മറവിലാണ് ഈ ഇത്തരത്തിൽ ഫണ്ടുകൾ എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തിനെല്ലാമാണ് പണം ചെലവഴിച്ചത് എന്നതാണ് ഇനി പ്രധാനമായും കണ്ടെത്തേണ്ടത്. മാത്രമല്ല അതിൽ 32 കോടി രൂപ ചെലവഴിച്ചതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. 29 അക്കൗണ്ടുകളിലായിട്ടാണ് പണം നിക്ഷേപിച്ചത്. അങ്ങനെ 262 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് വലിയ തോതിലാണ് STPIക്കും സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിരുന്നത്. PFIയുടെ ഒരു മുഖം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു മറ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന STPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് കൊണ്ടായിരുന്നു കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അതിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതും. ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. ശരി ജിജീഷ്. STPI കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. ആശമാർ രണ്ടാം ഘട്ട സമരത്തിലേക്ക് കടക്കുമ്പോഴാണ് JP നഡ്ഡയുടെ പ്രഖ്യാപനം ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകുന്നത്. ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും കുടിശ്ശിക മുഴുവൻ നൽകിയിട്ടുണ്ടെന്നും ഓണറേറിയത്തിൽ വർധനയുണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം മുൻകൂട്ടി വ്യക്തമാക്കുകയായിരുന്നു. ധനസഹായം വർദ്ധിപ്പിക്കാനുള്ള സാധ്യത അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാർക്കൊപ്പം ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, ഈ കേന്ദ്രം ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയും ചെയ്തത് എത്രത്തോളം ആശാവഹമായാണ് ആശാപ്രവർത്തകർ കാണുന്നത്?
വീണ, നമുക്ക് പിന്നിലിപ്പോൾ കാണാൻ സാധിക്കുന്ന പോലെ ആശമാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇങ്ങനെ ഒരു നീക്കത്തിൽ രാജ്യസഭയിൽ JD നദ്ദ അവതരിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ കേരളത്തിൽ എല്ലാ കുടിശ്ശികളും നൽകി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമുക്ക് നമ്മുടെ ജനറൽ സെക്രട്ടറി ആയ ബിന്ദുവിനോട് തന്നെ ചോദിക്കപ്പോഴാണ് രാജ്യസഭയിൽ നമ്മുടെ വേതനം കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞു. പക്ഷെ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇൻസെൻറ്റീവ് ആണോ വർദ്ധിപ്പിച്ചത്, അതോ സംസ്ഥാനത്തിന് കൊടുക്കുന്ന തുക വർദ്ധിപ്പിച്ചതാണോ? ഇൻസെൻറ്റീവ് ആണ് വർദ്ധിപ്പിക്കേണ്ടതെന്നാണ് നമ്മൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നത്. 17 വർഷത്തിന് മുമ്പ് ഉള്ള ഇൻസെൻറ്റീവുകളാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തുനിന്ന് വ്യക്തത വരണം. എന്തായാലും നമ്മുടെ ഈ സമരത്തിലൂടെ ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന ആശാവർക്കർമാർക്ക് അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ നമ്മളെ സമരം ഇടയാക്കി എന്നുള്ളത് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയും കാണുകയാണ്. തീർച്ചയായിട്ടും അവരുടെ വലിയൊരു സന്തോഷ പ്രകടനമാണ് നമുക്ക് പിന്നിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. JP നദ്ദയുടെ ഇങ്ങനെയൊരു കേരളത്തിന് എല്ലാ കുടിശ്ശികളും നൽകിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ കേരളത്തിന് പണം വിനിയോഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ കേരളത്തിൽ നിന്ന് നൽകിയിട്ടില്ല എന്നൊരിതാണ് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ നടത്തി തരുന്നു എന്നൊരു സ്നേഹപ്രകടനമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അവർ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അവർ കൈകൊട്ടിക്കൊണ്ട് ആഘോഷിക്കുകയാണ്. തങ്ങൾക്കിപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് തങ്ങൾക്കിപ്പോൾ ലഭിച്ച ഈ ഒരു കേരള സർക്കാർ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരിടത്ത് കേന്ദ്ര സർക്കാർ തങ്ങളെ നോക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് ഇവിടെ പറയുന്നത്. ഓരോരുത്തരും ഇവിടെ ഒന്നും പറയാൻ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ആ ഒരു സങ്കടം എല്ലാം കൂടെ ഉണ്ട്. 30 ദിവസമായി ഇവിടെ വെയിലും മഴയും കൊണ്ട് നിൽക്കും. നമ്മളെല്ലാരും പരിഹസിച്ചിട്ടിരിക്കും. 30 ദിവസം വെയിലും മഴയും കൊണ്ടിട്ടാണ് നമ്മൾ കരയുന്നല്ല. എന്നാലും നമുക്ക് ഒരുപാട് ഉള്ളിലടക്കി പിടിച്ചിരിക്കുക. കേരള സർക്കാർ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും തിരിഞ്ഞു നോക്കുന്നൊരു അതാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ വേർപ്പഴിക്ക് പണിയെടുത്ത് 10-18 വർഷം നമ്മളെ തിരിഞ്ഞു നോക്കിയില്ല. ഒരു വാക്ക് പോലും ഞങ്ങളോട് വന്ന് പറഞ്ഞില്ല. 30 ദിവസം വെയിലും മഴയും കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ സങ്കടം ദൈവം ബാക്കിയുള്ളവർക്ക് അറിയാം. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനോടൊരു നന്ദി സൂചകം തന്നെയാണ് ഇവിടെ എല്ലാവരുടെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അവരെല്ലാം സന്തോഷാശ്രമാണ് അവരുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്നത്. അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. ചേച്ചി എത്രത്തോളം ഞങ്ങളുടെ 30 ദിവസത്തെ ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമാണ്. രാവെന്നോ മഴയൊന്നോ ഇല്ലാതെ ഇത്രയും വനിതകൾ ഈ തെരുവോരത്ത് ഉറങ്ങിയും എണീറ്റുമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വനിത ആരോഗ്യമന്ത്രി ഇരുന്നിട്ട് അവരുടെ മൂക്കിൻ തുമ്പിൽ ഇരുന്നിട്ട് പോലും ഒന്ന് കണ്ണു തുറക്കുകയോ ഈ സമരപന്തലിൽ വന്ന് 1 മിനിറ്റ് നേരം ചെലവഴിക്കുകയോ ചെയ്തില്ല. പക്ഷേ കേന്ദ്രം നമ്മളെ കണ്ടു. നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമായി രാജ്യസഭയിലും ലോകസഭയിലും ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുത്തു. പക്ഷെ അത് പ്രാവർത്തികമാക്കണം. തീരുമാനം അറിയിച്ചാൽ മാത്രമല്ല, വാക്കാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമായി നമുക്ക് കിട്ടണം. വളരെ മറ്റേത് ഇതിലേക്ക് വേണ്ടി പൊങ്കാല ആരോഗ്യമന്ത്രിയുടെ കണ്ണ് തുറക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിന്റെ മുന്നിൽ അനന്തപുരിയുടെ മുന്നിൽ പൊങ്കാല ഇടാൻ വരെ തീരുമാനിച്ചു. മനസാക്ഷിയുള്ള ഒരു ആരോഗ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ 1 മണിക്കൂർ നേരം ഇവിടെ വന്നിരുന്നുവെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുമായിരുന്നു. മണിമന്ദിരങ്ങളിൽ നിന്ന് കൊട്ടിഘോഷിച്ചപ്പോൾ ഇത്രയും ആശാവർക്കർമാർ ഈ തെരുവോരത്തിലാണ് ഈ വനിതാ ദിനം ആഘോഷിച്ചത്. എന്നും ഈ കേരള ഭരിക്കുന്ന മന്ത്രിമാർ ലജ്ജ കൊണ്ട് തല താഴ്ത്തണം. ഈ വനിതാ ദിനം മാർച്ച് 8 അവർ മണിമന്ദിരങ്ങളിൽ ഇരുന്ന് ആഘോഷിച്ചപ്പോൾ ഇത്രയും വനിതകളെ തെരുവിലിറക്കിക്കൊണ്ട് അവർ കണ്ണു തുറക്കുകയോ ആ വേദിയിലൊന്ന് വന്ന് അവരെ കാണാനോ ശ്രമിക്കാത്ത ഇവർ ചരിത്രം കുറിക്കും. ഇവരെ കുറിച്ചുള്ള ലജ്ജാകരമായ കാര്യങ്ങൾ എഴുതി ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. മാർച്ച് 17-ാം തീയതിയുള്ള നിങ്ങൾ അതുപോലെ തന്നെ തുടരാനാണോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, ഞങ്ങളുടെ ലക്ഷ്യം നേടാതെ ഞങ്ങൾ പുറകോട്ടില്ല. ഉറച്ച തീരുമാനമാണത്. നമ്മുടെ സർക്കാരില്ല. നമ്മുടെ ഈ പ്രശ്നം കൊണ്ട് നമ്മുടെ കേരളത്തിലെ മാത്രം ആശമാർക്കല്ല, ഇന്ത്യയിലെ മൊത്തം ആശമാരെ 10 ലക്ഷത്തിൽ പുറത്തു വരുന്ന ആശമാർക്കും വേണ്ടി തന്നെയാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല.
തീർച്ചയായിട്ടും അവർ വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ ഈ ഒരു തീരുമാനമെടുത്തത് അത് പ്രാമുഖ്യത്തിൽ വരണമെന്ന് തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത്. എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എല്ലാ അമ്മമാരും കുട്ടികളും ഇതുപോലെ തന്നെ മാർച്ച് 17-ാം തീയതി അവർ എന്താണോ സമരമുഖങ്ങൾ മുന്നേറാൻ ഉപയോഗിക്കുന്നത് അത് തന്നെ അവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. അവരിപ്പോൾ ആവേശത്തോടു കൂടി ഇരിക്കുവാണ്. ചേച്ചി, എന്താണ് ആദ്യം പറഞ്ഞാൽ വളരെ സന്തോഷം. എല്ലാ ദൈവത്തിനും നന്ദി. കാരണം 30 ദിവസമാവും നിന്നായപ്പോഴും ഈ പൊരുവെയിൽ കിടന്നത് പരിഹാസവും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും കേട്ട് ഞങ്ങൾ മനസ്സ് തളരാതെ ഞങ്ങൾ ഇവിടെ നിന്നു. ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം. ഒപ്പം സ്ത്രീകൾ വിചാരിച്ചാൽ പലതും നേടാൻ കഴിയും എന്നുള്ളതും ആ ഒരു സന്തോഷം. വനിതാ ദിനത്തിൽ നിങ്ങളെ ഇവിടെ റോഡരികിൽ കുത്തിയിരുത്തിയിട്ടാണ് നമ്മുടെ സർക്കാർ പോയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? ഞങ്ങളുടെ സന്തോഷം ഒപ്പം സർക്കാരിനുള്ള ചുട്ട മറുപടിയാണ് കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. അത് വാക്കുകളുണ്ട് ഈ ഒരു സമയത്ത് പറഞ്ഞാൽ തീരുമില്ല. പക്ഷേ ഇവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഞങ്ങളെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ പൊരുവെളുത്തരം കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ കാണേണ്ടുന്നവർ കണ്ടു. ഞങ്ങളെ കാണാൻ വന്ന കേന്ദ്രമന്ത്രി ഏത് പാർട്ടി ആയിക്കോട്ടെ, പക്ഷേ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു മനുഷ്യത്വം കാണിച്ച മനുഷ്യനാണ് സുരേഷ് ഗോപി സാറ്. എന്നിട്ട് അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു നേതാവ് സംസാരിച്ചത്. അത് ഈ സ്ത്രീകൾ ഏത് പാർട്ടിക്ക് അതീതമായിട്ട് ഒരു സ്ത്രീയും അത് സഹിക്കൂല, പൊറുക്കൂല. അതെപ്പോഴും സ്ത്രീയുടെ മനസ്സിൽ ഒരു കനലായിട്ട് കിടക്കും. കാരണം അധ്വാനിക്കുന്ന സ്ത്രീവർഗം, അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീവർഗം ഒരു കുടുംബം പോറ്റാൻ വേണ്ടി അവിടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ പലപ്പോഴും സഹിച്ചു ക്ഷമയുടെ നെല്ലിപ്പല കണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആ സമരം ചെയ്യുന്ന ഞങ്ങളോട് ഒരു തൊഴിലാളി സർക്കാരിലെ അനുഭാവികൾ പറഞ്ഞ ഓരോ ആക്ഷേപങ്ങളും ഞങ്ങളതെല്ലാം മനസ്സിൽ കുറിച്ച് വിഷമിച്ചിരുന്നാണ് ഞങ്ങൾ ഇത്രയും നാൾ നിന്നത്. പക്ഷേ ആ നിന്നെങ്കിലും ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനമാണ്, ആശ എന്ന നിലയിൽ അഭിമാനമാണ്, ഒരു തൊഴിലാളി എന്ന നിലയിൽ അഭിമാനമാണ്. വളരെ സന്തോഷം. ഞങ്ങളെ കണ്ട എല്ലാ നേതാക്കന്മാർക്കും ഈ ഒറ്റ വാക്കിൽ സന്തോഷം പറയുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനുള്ള ഒരു നന്ദി സൂചകമാണ് ഇപ്പോൾ ആശാ വർക്കർമാർ ഇവിടെ നമുക്ക് അവരുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാവും. വളരെയധികം സന്തോഷത്തിലാണ്. ഇങ്ങനെ വന്നൊരു തീരുമാനം ഇനി അത് പ്രാവർത്തികമാക്കണം എന്ന് മാത്രമാണ് ആശാ വർക്കർമാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കേരള സർക്കാർ കാണാത്തൊരിടത്ത് കേന്ദ്ര സർക്കാർ തങ്ങളെ കണ്ടു എന്നൊരു തങ്ങളുടെ വിഷമം മനസ്സിലാക്കി തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഇവർ നമ്മോട് വ്യക്തമാക്കുന്നത്. വീണ, വലിയ സന്തോഷമാണ് ആശാപ്രവർത്തകർ പ്രകടിപ്പിക്കുന്നത്. ഒരു പക്ഷേ വലിയ വേദനയോടെ കഴിഞ്ഞിരുന്ന 30 രാപ്പകലുകൾക്കൊടുവിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായപ്പോൾ പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരികയും അവരുടെ കഠിനാധ്വാനത്തെയും അത്യധ്വാനത്തെയും കാണുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തപ്പോൾ അവരുടെ സന്തോഷം അവർ ജനം TV ക്യാമറയ്ക്ക് മുന്നിൽ അറിയിക്കുകയായിരുന്നു. പലരും പൊട്ടിക്കരയുകയായിരുന്നു സന്തോഷം കൊണ്ട്. പാലക്കാട് തണ്ണീരങ്കാട് ബാങ്ക് തട്ടിപ്പിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. കേസിലെ 1-ാം പ്രതിയും CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായ സത്യവാനാണ് അറസ്റ്റിലായത്. കുഴൽമന്ദം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതേസമയം തട്ടിപ്പ് നടന്ന കാലയളവിൽ ബാങ്കിന്റെ സെക്രട്ടറിയായിരുന്ന M രാധാകൃഷ്ണൻ CPM ലോക്കൽ കമ്മിറ്റി സ്ഥാനം രാജിവെച്ചു. ബാങ്കിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ ഉടലെടുത്ത വിഭാഗീയതയെ തുടർന്നാണ് രാജി. പാലക്കാട് തണ്ണീരങ്കാട് സഹകരണ ബാങ്കിലെ ക്രമക്കേടിൽ മുഖ്യപ്രതിയെ കുഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്തു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ചുങ്കമന്നത്തെ നീതി സ്റ്റോറിന്റെ നടത്തിപ്പുകാരനുമായിരുന്ന സത്യവാനാണ് അറസ്റ്റിലായത്. ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ പരാതിയിൽ കുഴൽമന്ദം പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സഹകരണ രജിസ്ട്രാറുടെ ഓഡിറ്റിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. തണ്ണീരങ്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ ചുങ്കമന്നത്ത് പ്രവർത്തിക്കുന്ന നീതി സ്റ്റോറിന്റെ മറവിലാണ് ക്രമക്കേട് നടത്തിയത്. 2021 ഡിസംബർ മുതൽ 2024 മെയ് വരെയുള്ള കാലയളവിൽ ബാങ്കിന് 85,04,637 രൂപ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണക്ക്. നീതി സ്റ്റോറിന്റെ ചുമതലക്കാരനായിരുന്ന പല്ലഞ്ചാത്തന്നൂർ സ്വദേശി സത്യവാന് പുറമെ ബാങ്ക് സെക്രട്ടറി മരുതറോഡ് സ്വദേശി ജയ, ജീവനക്കാരായ മുറുക്കാവ് സ്വദേശി അജിത, തച്ചങ്കോട് സ്വദേശി സുദേവൻ എന്നിവർക്കെതിരെയും കുഴൽമന്ദം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ബാങ്കുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത വിഭാഗീയതയെ തുടർന്ന് ക്രമക്കേട് നടന്ന കാലയളവിൽ ബാങ്ക് പ്രസിഡന്റായിരുന്ന M രാധാകൃഷ്ണൻ CPM മാത്തൂർ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചു.
മാത്തൂർ ലോക്കൽ കമ്മിറ്റിക്കും കുഴൽമന്നം ഏരിയ കമ്മിറ്റിക്കുമാണ് രാജിക്കത്ത് നൽകിയത്. പാർട്ടിയിൽ നിന്ന് സഹകരണവും പിന്തുണയും ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് രാജിവെച്ചത്. ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് ജീവനക്കാർ പോലീസിൽ പരാതി നൽകി മുന്നോട്ടു പോയിട്ടും ആലത്തൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജപ്തി ഓർഡർ നൽകിയെന്നും രജിസ്ട്രാർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചില്ലെന്നുമാണ് രാധാകൃഷ്ണന്റെ പരാതി. CPM തേക്കിൻകാട് ബ്രാഞ്ച് സെക്രട്ടറി, മാത്തൂർ കർഷക സംഘം വില്ലേജ് സെക്രട്ടറി എന്നീ ചുമതലകളും രാധാകൃഷ്ണൻ വഹിക്കുന്നുണ്ട്. ജനം, പാലക്കാട്. കാസർഗോഡ് 15-കാരിയെ കാണാതായി ആഴ്ചകൾക്ക് ശേഷം മരിച്ച നിലയിൽ കണ്ട സംഭവത്തിൽ പോലീസിന് ഹൈക്കോടതിയുടെ വിമർശനം. ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും പോലീസ് നായയെക്കൊണ്ട് തിരച്ചിൽ നടത്തുന്നതിനും കാലതാമസമുണ്ടായത് എന്തുകൊണ്ടാണെന്ന് ഡിവിഷൻ ബെഞ്ച് ആരാഞ്ഞു. പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്നാണ് കരുതിയതെന്ന് പോലീസ് മറുപടി നൽകി. 15 വയസ്സുള്ള പെൺകുട്ടിയല്ലേ കാണാതായതെന്നും പോക്സോ കേസായി അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നില്ലേ എന്നും കോടതി ചോദിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും കാണാതാകുന്ന കേസുകളിൽ ഉടനടി അന്വേഷണം തുടങ്ങേണ്ടതുണ്ട്. മരിച്ച കുടുംബത്തിനൊപ്പമാണ് കോടതിയെന്ന് പറഞ്ഞ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പെൺകുട്ടി മരിച്ചത് എന്നാണെന്ന് പോലീസിനോട് ആരാഞ്ഞു. കാണാതായ ദിവസം തന്നെ മരിച്ചു എന്നാണ് കരുതുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായി മറുപടി നൽകി. മരിച്ച പെൺകുട്ടിയുടെ മാതാവ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. CPMനെതിരെ പരസ്യ പ്രതികരണം നടത്തിയ മുതിർന്ന നേതാവ് A. പത്മകുമാർ ഒടുവിൽ പാർട്ടി ഭീഷണിക്ക് കീഴ്പ്പെടുന്നു. ഭീഷണിയും ഒപ്പം ചില വിലപേശൽ തന്ത്രങ്ങളും നടത്തിയാണ് സംസ്ഥാന നേതൃത്വം ഇഴഞ്ഞുനിന്ന പത്മകുമാറിനെ വരുതിയിലാക്കിയത്. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്ന് A. പത്മകുമാർ പറഞ്ഞു. പാർട്ടി പ്രവർത്തന കാലഘട്ടങ്ങളിൽ പത്മകുമാറിൽ നിന്നും സംഭവിച്ചിരിക്കുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി പത്മകുമാറിനെ സമ്മർദ്ദത്തിലാക്കിയത്. സംസ്ഥാന നേതൃത്വം നേരിട്ടിടപെട്ട് സമ്മർദ്ദ തന്ത്രം പയറ്റിയതോടെ ഇടഞ്ഞുനിന്ന A. പത്മകുമാർ പാർട്ടിക്ക് വിധേയനാകാൻ തയ്യാറെടുത്തു. ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്ത് LDF പൊതുനയങ്ങൾക്ക് എതിരായ ചില നിലപാടുകൾ പത്മകുമാർ സ്വീകരിച്ചിരുന്നു. വലിയ വീഴ്ചയായാണ് പാർട്ടി അന്നും ഇന്നും ഇത് കണക്കാക്കുന്നത്. ഈ വീഴ്ചകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടി പാർട്ടി സംസ്ഥാന നേതൃത്വം പത്മകുമാറിനെ ഭീഷണിപ്പെടുത്തി. പരസ്യ പ്രതികരണത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന നടപടി സംബന്ധിച്ചും വ്യക്തമായ ചില സൂചനകൾ നൽകി. ഇത് ഉൾക്കൊള്ളാൻ പത്മകുമാറും തയ്യാറായി. നാളെ നടക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തയ്യാറെന്നും പത്മകുമാർ പ്രതികരിച്ചതും അതുകൊണ്ട് തന്നെ. അതല്ല, നാളെ ജില്ലാ കമ്മിറ്റി യോഗം കൂടുമ്പോൾ എന്തൊക്കെയാണ് അജണ്ട എന്നുള്ളത് നമുക്കിപ്പോൾ അറിഞ്ഞൂടല്ലോ. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ, എന്ത് കാര്യങ്ങളാണെന്നുള്ളത് ജില്ലാ സെക്രട്ടറിയോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തും ഞാൻ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബാക്കി സംഘടനാപരമായിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെങ്കിലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജീവ് ബ്രാഹ്മണോട് ചോദിക്കുക മാത്രമേ മാർഗമുള്ളൂ. അപ്പം തന്നെ തിരുത്തിയല്ലോ. അത് ഫേസ്ബുക്കിൽ ഞാൻ അപ്പോഴത്തെ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. ആ കൊടുത്തത് ശരിയായില്ലാന്ന് തോന്നിയപ്പോൾ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് ഡിലീറ്റ് ചെയ്തല്ലോ. പിന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള കളിയാണല്ലോ പിന്നെ നടന്നത് മുഴുവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പത്തനംതിട്ട CPMൽ വിഭാഗീയത രൂക്ഷമാകാതെ നോക്കേണ്ടതും പാർട്ടി ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ പൂർണ്ണമായും തള്ളാനും പാർട്ടി തയ്യാറല്ല. ജനം, പത്തനംതിട്ട. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ ആള് കുറഞ്ഞുവെന്ന് പാർട്ടി വിലയിരുത്തൽ. 1.5 ലക്ഷം പേരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും എത്തിയത് 60,000-ൽ താഴെ ആളുകൾ മാത്രം. സാധാരണ പ്രവർത്തകർ വിട്ടുനിന്നതിന്റെ കാരണം അന്വേഷിക്കാൻ പാർട്ടി തീരുമാനം. ജനം ബ്രേക്കിംഗ്. സമീപ ജില്ലകളിൽ നിന്ന് വരെ ആളുകളെ എത്തിച്ച് കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള CPMന്റെ പദ്ധതികൾക്കേറ്റത് വൻ തിരിച്ചടി. 1.5 ലക്ഷം പേരെങ്കിലും എത്തുമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ. എന്നാൽ എത്തിയത് 60,000-ൽ താഴെ ആളുകൾ മാത്രമെന്നതാണ് CPMന്റെ ആഭ്യന്തര വിലയിരുത്തൽ. പരസ്യ ചർച്ചകൾ നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾ വിഷയത്തെ ഗൗരവമായി തന്നെയാണ് സമീപിക്കുന്നത്. ആള് കുറയാൻ കാരണം എന്തെന്നത് പാർട്ടി അന്വേഷിക്കും. താഴെ തട്ടിലടക്കം നീളുന്ന വിശദമായ സംഘടനാ പരിശോധനയ്ക്കാണ് CPM തയ്യാറെടുക്കുന്നത്. തുടർഭരണം CPMനെ സംഘടനാപരമായി തളർത്തിയെന്നായിരുന്നു പാർട്ടി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും സാധാരണ പ്രവർത്തകരടക്കം വിട്ടുനിന്നത് ഇതിനുള്ള തെളിവാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ പാളിച്ചകൾ, വിവിധ സേവനങ്ങളുടെ നിരക്ക് വർധനവ് എന്നിവയെല്ലാം സാധാരണക്കാരെ പാർട്ടിയിൽ നിന്നും അകറ്റിയിരുന്നു. ഇതോടൊപ്പം സമ്മേളനം നടക്കുന്ന കൊല്ലത്തെ വിഭാഗീയതയും CPMന് തിരിച്ചടിയായി. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. കൊല്ലം പള്ളിവളപ്പിൽ സൂട്ട് കേസിൽ കണ്ടെത്തിയ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതെന്ന് സംശയം. ഫോറൻസിക് പരിശോധനയിലാണ് കണ്ടെത്തൽ. ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്രിക ബാഗിൽ നിന്ന് ലഭിച്ചു. നട്ടലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലാണ്. ആരെങ്കിലും പെട്ടിയിലാക്കി ഉപേക്ഷിച്ചതാകാനാണ് സാധ്യതയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ IPS പറഞ്ഞു. എല്ലാ പാർട്സും ഇല്ല, ഫുള്ളി ഡികമ്പോസ്ഡ് ആണ്. വെരി പറമ്പ് എടുപ്പാക്കുമ്പോഴോ അല്ലെങ്കിൽ പറമ്പ് പുതിയത് വാങ്ങിക്കുമ്പോഴോ വി ആർ എക്സ്പ്ലോറിംഗ് ഓൾ ആംഗിൾസ്. ബോക്സ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനകത്ത് എന്തോ നേരത്തെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്.
അപ്പോൾ അതിനകത്ത് എന്തോ നമുക്ക് അറിയത്തുമില്ല. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ട്. അപ്പോൾ അച്ഛനെയും വിളിച്ചു. അച്ഛനെ വിളിച്ചത് അച്ഛൻ നോക്കിയ കമ്മിറ്റിക്കാരെ വിളിച്ചു. അപ്പോൾ കമ്മിറ്റിക്കാർ വന്ന് പോലീസ് വിവരം അറിയിച്ചു. അങ്ങനെ നമ്മളിത് അറിയുന്നത്. അല്ല ഇന്ന് ഇത്ര നാൾ ഇതുപോലെ ഇങ്ങനെ സംഭവം കണ്ടിട്ടുമില്ല. ഇങ്ങനെ സംഭവം ഇങ്ങനെ നമുക്ക് അറിയത്തുമില്ല. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവം അവിടെ അത് കണ്ട് തലയോട്ടി ഭാഗം ഇങ്ങനെ കണ്ടത്. ചെറുതായിട്ട് കാണുന്നത് നമ്മൾ ബുക്കിൽ നോക്കിയില്ല. അപ്പോൾ അങ്ങനെ വിളിച്ചാൽ പോലീസ് വ്യക്തമായിട്ട് കണ്ടത്. അപ്പോൾ സംശയമാണ് പറഞ്ഞത്. മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഫോറൻസിക് പരിശോധനയുടെ കണ്ടെത്തൽ എന്താണ്? സംഘം നടത്തിയ പരിശോധനയിലാണ് ഈ അസ്ഥികൂടം മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ചതെന്നുള്ള സംശയം വരുന്നത്. ഈ ഇടുപ്പെല്ലിൽ എച്ച് എന്ന് അതോടൊപ്പം തന്നെ കാലിന്റെ എല്ലിൽ O എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നട്ടെല്ലിന്റെ ഭാഗങ്ങൾ ചുവപ്പ് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. അതോടൊപ്പം തന്നെ ബാഗിൽ നിന്ന് ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്രികയും അതോടൊപ്പം തന്നെ മഞ്ഞ നിറത്തിലുള്ള ഒരു ചോക്കും ലഭിച്ചു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും ഈ സംഭവം കണ്ടെത്തുന്നത് രാവിലെയാണ്. അതായത് ഈ പള്ളിക്ക് സമീപമുള്ള സെമിത്തേരിയിലെ ഒരു ഭാഗം, ആ പറമ്പിന് സമീപത്ത് റോഡിന് വശത്തുള്ള മതിലിന് അരികെയായാണ് ഇത്തരത്തിലൊരു സൂട്ട് കേസ് രാവിലെ കണ്ടെത്തുന്നത്. ഈ കുടിവെള്ള സംബന്ധമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി അവിടെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പരിശോധിക്കാൻ പോയ പള്ളി ജീവനക്കാരായിരുന്നു ഈ സൂട്ട് കേസ് ആദ്യമായി കാണുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫോറൻസിക് സംഘം പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് മെഡിക്കൽ പഠനത്തിന് ഉപയോഗിച്ച എന്നുള്ള ഒരു സംശയം വരുന്നത്. എന്തായാലും ഇത് കൊണ്ട് ഉപേക്ഷിച്ചതാണെന്നായിരുന്നു രാവിലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഒരു പ്രതികരണം ഉണ്ടായത്. അത്തരത്തിലായിരുന്നു നിഗമനം. കാരണം ഈ അസ്ഥികൂടം ദ്രവിച്ച നിലയിൽ കൂടെയായിരുന്നു, ഏറെ പഴക്കമുള്ളത് കൂടെയാണ്. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഈ ഒരു പരിശോധന നടന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ആശുപത്രിയിൽ ഉപയോഗിച്ച ഈ ഒരു അസ്ഥികൂടമാണോ ഇവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ സമീപവാസികൾക്കൊക്കെ ഒരു ഞെട്ടലായിരുന്നു. കാരണം ഈ സൂട്ട് കേസിൽ ഇത്തരത്തിൽ ഒരു മനുഷ്യന്റെ അസ്ഥികൂടം ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എന്തായാലും അത് സംബന്ധിച്ചുള്ള പരിശോധനയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമാണ് ഈ എല്ലിൽ ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന കത്രിക ഉൾപ്പെടെ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് അതായത് CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. കുറച്ചു കാലം മുൻപ് തന്നെ കൊണ്ട് ഉപേക്ഷിച്ചതാവാനാണ് സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്ന ഒരു കാര്യം കൂടെ അങ്ങനെ തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ ബാഗ്, ഈ സൂട്ട് കേസ് ഇവിടെ ഉപേക്ഷിച്ച് പോയത് എന്ന് പോലീസിനെ കണ്ടെത്താനാവും. ഇത് സംബന്ധിച്ചായിരിക്കും കൂടുതൽ അന്വേഷണം നടക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ. ശരി മനോജ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ 2ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. പ്രതി അഫാന്റെ വാപ്പയുടെ സഹോദരന്റെ ചുള്ളാളത്തെ വസതിയിലും അഫാന്റെ വെഞ്ഞാറമൂടുള്ള വീട്ടിലും എലിവിഷം വാങ്ങി കടയിലടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വിശദമായ തെളിവെടുപ്പിന് ശേഷം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കിളിമാനൂർ സ്റ്റേഷനിൽ എത്തിച്ചു. വെഞ്ഞാറമൂട് ചുള്ളാളത്തെ അഫാന്റെ പിതൃസഹോദരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലാണ് തെളിവെടുപ്പിനായി ആദ്യം എത്തിച്ചത്. ലത്തീഫിനെയും ഭാര്യ സാജിദയെയും എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിന് വിശദമായി കാണിച്ചു കൊടുത്തു. സാമ്പത്തിക പ്രതിസന്ധിയിൽ കുറ്റപ്പെടുത്തലിന് പ്രതികാരമായാണ് ലത്തീഫിനെ കൊലപ്പെടുത്താൻ പ്രതി അഫാൻ തീരുമാനിച്ചത്. കൊലപാതകം കണ്ടതിനാലാണ് ഭാര്യ സാജിദയെയും കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം സമീപ പ്രദേശത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതക ശേഷം അഫാൻ ഉപേക്ഷിച്ച അബ്ദുൽ ലത്തീഫിന്റെ മൊബൈൽ ഫോണും കാറിന്റെ താക്കോലും തെളിവെടുപ്പിൽ പോലീസ് കണ്ടെടുത്തു. വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ നടത്തിയ തെളിവെടുപ്പിലാണ് ഇത് കണ്ടെടുത്തത്. തുടർന്ന് വെഞ്ഞാറമൂട്ടിലെ പേരുമലയിലെ അഫാന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. വീട്ടിലെ തെളിവെടുപ്പിൽ മുളകുപൊടി, സിഗരറ്റ് എന്നിവ കണ്ടെടുത്തു. തുടർന്ന് മറ്റ് 5 സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടന്നു. അഫാൻ എലിവിഷം വാങ്ങിയ വീടിന് സമീപത്തെ കടയിലും തുടർന്ന് മുളകുപൊടിയും പെപ്സിയും വാങ്ങിയ കടകളിലും കൊലപാതകത്തിനായി ചുറ്റിക വാങ്ങിയ വെഞ്ഞാറമൂട്ടിലെ കടയിലും ബാങ്ക് വാങ്ങിയ കടയിലുമാണ് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിൽ പ്രതിയെ കച്ചവടക്കാർ തിരിച്ചറിഞ്ഞു.
കൊലപാതകം നടന്ന ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലും പേരുമലയിലെ അഫാൻ്റെ സ്വന്തം വീട്ടിലും അടക്കം 7ഓളം സ്ഥലങ്ങളിലാണ് ഇന്ന് തെളിവെടുപ്പ് നടന്നത്. തെളിവെടുപ്പിന് ശേഷം കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇനിയുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം നാളെ കോടതിയിൽ അഫാനെ ഹാജരാക്കും. കോട്ടയം ഈരാറ്റുപേട്ടയിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഈരാറ്റുപേട്ട നടക്കൽ ഭാഗത്ത് പാറയിൽ വീട്ടിൽ ഇർഷാദ് PA ആണ് ഈരാറ്റുപേട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. വണ്ടൻമേട്ടിൽ നിന്ന് അറസ്റ്റിലായ ഷിബിലി ഇയാളുടെ കെട്ടിടത്തിലാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്. സ്ഫോടക വസ്തുക്കളുമായി ഇടുക്കി വണ്ടൻമേട് പോലീസ് ഈരാറ്റുപേട്ട സ്വദേശിയായ ഷിബിലിയെ പിടികൂടിയിരുന്നു. ചോദ്യം ചെയ്യലിൽ ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇർഷാദ് നടക്കൽ കുഴിവേൽ ഭാഗത്തുള്ള തന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം ഷിബിലിക്ക് വാടകയ്ക്ക് കൊടുത്തതായി കണ്ടെത്തി. ഈരാറ്റുപേട്ട പോലീസ് നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്നും 2604 ജലാറ്റിൻ സ്റ്റിക്കുകൾ, 18,999 ഡിറ്റനേറ്ററുകളും 3380 മീറ്റർ സേഫ്റ്റി ഫ്യൂസുകളും ഒരു എയർഗൺ തുടങ്ങിയവ പിടിച്ചെടുത്തു. പിന്നാലെ ഇർഷാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളുടെ അറിവോടെയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അനധികൃത പാറമടകളിലേക്ക് സ്ഫോടനത്തിനായി എത്തിച്ചതാണ് ഇവയെന്ന് പ്രാഥമികമായി പോലീസ് കരുതുന്നു. ഇവരിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ വാങ്ങിയവരിലേക്കും അന്വേഷണം നടക്കുന്നുണ്ട്. കോടതിയിൽ ഹാജരാക്കി ഇർഷാദിനെ റിമാൻഡ് ചെയ്തു. ജനം, കോട്ടയം. തൃക്കടവൂർ ശിവരാജുവിനെ എഴുന്നള്ളിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കം തടഞ്ഞ് പ്രതിഷേധം. ആനയ്ക്ക് മതിയായ ആരോഗ്യ പരിശോധന നടത്താതെയാണ് ദേവസ്വം ബോർഡിന്റെ നീക്കമെന്നാണ് ആക്ഷേപം. വിശ്രമം വേണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ തന്നെ പിന്നാലെ തയ്യാറാക്കി നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും തൃക്കടവൂർ ക്ഷേത്രം ഭാരവാഹികൾ ആരോപിച്ചു. തണ്ണിമത്തം കഴിച്ചാണ് സംഭവം ഉണ്ടായതെന്നും അങ്ങനെ ഡോക്ടർ വന്ന് ഏതാണ്ട് 40ഓളം ട്രിപ്പ് ഇടുകയും ചെയ്തു. അങ്ങനെ ആന ക്ഷീണിതാവസ്ഥയിലായതുകൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ 8 കരകളിലും ചമയവിളക്ക് ഘോഷയാത്രയുണ്ട്. അതിന് നമ്മൾ ആനയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ആനയെ പുറത്തെഴുന്നള്ളിക്കാൻ പറ്റത്തില്ല. നിലവിൽ ആനയെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞത് പ്രകാരം ആനയുടെ ആരോഗ്യസ്ഥിതി മുൻനിർത്തി നമ്മളത് ഉപേക്ഷിക്കുകയും സംഘടനകളും കരക്കാരും ആനയെ വേറെ വാടകയ്ക്കെടുത്താണ് ഈ ചടങ്ങുകളൊക്കെ നടത്തിയത്. പക്ഷേ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമായതുകൊണ്ട് ആനയ്ക്ക് പുല്ലും വാഴയും മാത്രം കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുക അതിനനുസരിച്ചുള്ള ആഹാരം കൊടുത്തു വരികയാണ്. ഈ അവസരത്തിലാണ് ആനയെ ഇപ്പോൾ പാറശാല മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു അമ്പലത്തിൽ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി ബോർഡ് ഓർഡറായിട്ടുള്ളത്. മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, യഥാർത്ഥ വസ്തുത എന്താണ്? വീണ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇരണ്ടകെട്ട് കാരണം ഈ വിശ്രമത്തിലാണ് തൃക്കടവൂർ ശിവരാജു. ആനയ്ക്ക് 1 മാസം വിശ്രമം വേണമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത്. ഇത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന തൃക്കടവൂർ ക്ഷേത്രത്തിലെ വിളക്കിന് ആനയെ എഴുന്നള്ളിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ തിരുവനന്തപുരത്തെ ഒരു ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാനായി ആനയെ കൊണ്ടുപോകാനായിരുന്നു ഇത്തരത്തിലൊരു നീക്കം നടന്നത്. ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നീക്കത്തെ അവിടെയുള്ള ജനങ്ങൾ ചേർന്ന് എതിർത്തിരുന്നു. ഈ ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് വിശ്രമം വേണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർ തന്നെ ഈ ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നൽകി എന്നതാണ് ഉയർന്ന ആരോപണം. ഇതിൽ മതിയായിട്ടുള്ള ആരോഗ്യ പരിശോധന കൂടാതെ ആനയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന നിലപാടിലാണ് നിലവിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ. ആനയെ കൊണ്ടുപോകുന്നതിനായി വന്ന വാഹനം ക്ഷേത്രത്തിൽ ഒത്തുകൂടിയിട്ടുള്ള കരക്കാർ ഇടപെട്ട് അവിടെ നിന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡും ഡോക്ടറും തമ്മിലുള്ള ഒത്തുകളിയാണ് നടക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ഈ അസുഖബാധിതനായ ആനയ്ക്ക് നൽകിയിട്ടുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുമാണ് ഈ ക്ഷേത്ര ഭാരവാഹികൾ ഉയർത്തുന്ന ഈ ആരോപണം. എന്തായാലും ഇത് സംബന്ധിച്ച് ആനയ്ക്ക് വിദഗ്ധമായിട്ടുള്ള ചികിത്സ വേണമെന്നാണ്, അതോടൊപ്പം തന്നെ വിശ്രമം വേണമെന്നും ആവശ്യമുണ്ട്. അതായത് ലക്ഷങ്ങൾ വിലയിട്ട് ആനയെ എഴുന്നള്ളിപ്പിന് ദൂര സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ശരിയായ രീതിയിൽ ഈ വിശ്രമം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കൂടെ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. വിദഗ്ധമായിട്ടുള്ള ആരോഗ്യ പരിശോധന നടത്താതെ ഒരു കാരണവശാലും ആനയെ അവിടെ നിന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഇരണ്ടകെട്ട് കാരണം വിശ്രമത്തിലായിരിക്കുന്ന ഒരു ആനയെ പെട്ടെന്ന് എഴുന്നള്ളത്തിന് വേണ്ടി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നതിനെയാണ് എതിർത്തുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ആന തണ്ണിമത്തൻ കഴിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഉദര സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായതെന്നും അതിന് കർക്കശമായും ഈ ഒരു വിശ്രമം ആവശ്യമാണെന്നും അതോടൊപ്പം
അതോടൊപ്പം തന്നെ ഈ കഴിക്കേണ്ട ആഹാരക്രമങ്ങളെ കുറിച്ചൊക്കെ നിർദ്ദേശിച്ച ഡോക്ടർ തന്നെയാണ് ഇത്തരത്തിലൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് 2-3 ദിവസത്തിനകം പെട്ടെന്ന് തയ്യാറാക്കി കൊടുത്തതെന്നുള്ള ആരോപണമാണ് ഉയർന്നത്. എന്തായാലും ഇതിനെതിരെ വലിയ തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് അവിടെയുള്ള കരക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവരൊക്കെ തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ ഒത്തുകൂടി ആനയെ കൊണ്ടുപോകുന്നത് തടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ ആനയെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും ആനയ്ക്ക് വേണ്ട ചികിത്സ നൽകണമെന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അത് വ്യാജമാണോ എന്ന് പരിശോധിക്കണമെന്നും ഈ കരക്കാരുടെ മുന്നിൽ വെച്ച് ആരോഗ്യ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ആനയെ കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ഓക്കെ, ശരി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിപട്ടികയായി. 2ാം ഘട്ട കുറ്റപത്രത്തിൽ 50ഓളം പേർ പ്രതിപട്ടികയിലുണ്ടാകും. ഈ മാസം അവസാന വാരം കുറ്റപത്രം സമർപ്പിക്കും. കരുവന്നൂരിനൊപ്പം മറ്റ് 2 നിക്ഷേപ തട്ടിപ്പുകളിൽ കൂടി കുറ്റപത്രത്തിന്റെ കരട് രൂപമായി. ED കൊച്ചി യൂണിറ്റ് അന്വേഷിച്ച കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് 1.5 വർഷത്തിന് ശേഷമാണ് 2ാം ഘട്ട കുറ്റപത്രമായത്. 2024 നവംബറിൽ കുറ്റപത്രം സമർപ്പിക്കാനിരുന്നതായിരുന്നു. അന്വേഷണ സംഘത്തിന് മുന്നിൽ വിവിധ കേസുകളുടെ ബാഹുല്യമായതോടെ 2ാം ഘട്ട കുറ്റപത്രം വൈകുകയായിരുന്നു. 2ാം ഘട്ടത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നിട്ടില്ല. ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ ചുവട് പിടിച്ചാണ് 2ാം ഘട്ട കുറ്റപത്രം. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച നിരവധി പേർക്കെതിരെ തുടരന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ED ശേഖരിച്ചിട്ടുണ്ട്. ഇവർ പ്രതിപട്ടികയിലുണ്ടാകും. CPMന്റെ 77.63 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടുകയും PMLA അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെക്കുകയും ചെയ്തിരുന്നു. സ്വത്ത് കണ്ടുകെട്ടൽ ശരിവെച്ചതോടെ 2ാം ഘട്ടത്തിലെ പ്രതിപട്ടികയിൽ CPM പാർട്ടിയും പ്രതിയാകും. തട്ടിപ്പിന്റെ ഒരു വിഹിതം സംഭാവനയായി CPMന്റെ കൈവശം എത്തിയെന്നാണ് ED അന്വേഷണത്തിൽ വ്യക്തമായത്. അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ച സ്വത്ത് കണ്ടുകെട്ടലുകളിൽ ബന്ധപ്പെട്ടവരെല്ലാം ED കേസിലും പ്രതികളാകും. ജനം, കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാർ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെയാണ് നടപടി. ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടതിനെ തുടർന്ന് ആനന്ദകുമാറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്, വിവരങ്ങൾ എന്താണ്? പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിന് തൊട്ട് പിന്നാലെയാണ് ആനന്ദകുമാറിനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്ത ആനന്ദകുമാറിന് ശാരീരിക അസ്വസ്ഥതകൾ വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി വാദം പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ ഇന്നത്തെ ഈ ഉത്തരവ് പുറത്തു വരുന്നത്. ഉത്തരവ് പുറത്തു വരുന്നതിന് പിന്നാലെ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഉടനെ കസ്റ്റഡിയിലെടുക്കും എന്നുള്ള കാര്യവും നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ജാമ്യ ഹർജിയിലെ വാദം കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കിയതാണ്. തന്റെ അക്കൗണ്ടിൽ വന്ന പണമെല്ലാം ട്രസ്റ്റ് ലഭിച്ചതാണെന്നും ഇതിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു പങ്ക് തനിക്കില്ല, പകരം ഈ രേഖാമൂലം നികുതി അടച്ച പണമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ തയ്യാറാണെന്നൊക്കെ ആനന്ദകുമാർ കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ തട്ടിപ്പിനെ കുറിച്ച് ആനന്ദകുമാറിന് കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം. നേരത്തെ പോലീസ് ഈ വാദം പൂർത്തിയാക്കിയെങ്കിലും പോലീസിന്റെ റിപ്പോർട്ട് ലഭിക്കാതിനെ തുടർന്ന് 5 തവണ ഈ കേസ് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം തിങ്കളാഴ്ച വാദം പൂർത്തിയാക്കിയാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഇയാൾ നൽകിയിരുന്നത്. കണ്ണൂർ ചീഫ് സെക്രട്ടറി പള്ളിക്കുന്ന് എടച്ചേരി മാനസ ഹൗസൻ മോഹനന്റെ പരാതിയിലായിരുന്നു ആനന്ദകുമാർ അടക്കം 7 പേരെ നേരത്തെ പോലീസ് പ്രതികളാക്കി കേസെടുത്തിരുന്നത്. വിശ്വാസവഞ്ചന, ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ കണ്ണൂർ സ്വീറ്റ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് 50% നിരക്കിൽ ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് 2,96,40,000 രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ്. ഈ കേസിലെ 2ാം പ്രതിയാണ് ആനന്ദകുമാർ. 1ാം പ്രതി അനന്തകൃഷ്ണൻ, ഡോക്ടർ ബീന സെബാസ്റ്റ്യൻ, ഷീബ സുരേഷ് തുടങ്ങി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് അടക്കം 7 പേർ ഈ കേസിലെ പ്രതികളായി ഉണ്ട്. ആനന്ദകുമാറാണ് നേരത്തെ NGO കോൺഫറൻഷൻ ചെയർമാൻ എന്ന പകുതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു. ഈ ആനന്ദകുമാർ ഉറപ്പ് നൽകിയ CSR ഫണ്ട് കൃത്യമായി ലഭിച്ചില്ലെന്നൊക്കെയായിരുന്നു അനന്തകൃഷ്ണന്റെ മൊഴിയുള്ളത്. എന്തായാലും ഇങ്ങനെ കുറെ നാളത്തെ നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയും ഒപ്പം തന്നെ ആനന്ദകുമാറിനെ എന്റെ ജാമ്യാപേക്ഷ തള്ളിയതുമെല്ലാം നടന്നത് എന്നുള്ളതാണ്. ഓക്കെ, ശരി പ്രജിത്ത്. LDF ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിൽ നിക്ഷേപം തിരികെ നൽകാത്തതിൽ നിക്ഷേപകൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. കോന്നി പയ്യനാമണ്ണ് സ്വദേശി ആനന്ദനാണ് അമിതമായി ഗുളികകൾ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. നേരത്തെ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു. മിഥുൻ ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് സംഭവിച്ചത്?
കോന്നി റീജിയണൽ സഹകരണ ബാങ്കിനെതിരെ വ്യാപകമായ പരാതികളുണ്ട്. കാലങ്ങളായിട്ട് CPM-ന്റെ ഭരണത്തിലുള്ള ബാങ്കാണിത്. LDF ഭരണത്തിലുള്ള ബാങ്കിൽ നിന്നും നിക്ഷേപം തിരികെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നിക്ഷേപകർ നിരവധി തവണ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് സത്യാഗ്രഹ സമരമടക്കമുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തത്. ഈ ആനന്ദൻ ഇങ്ങനെ സമരം നടത്തിയതിൽ പ്രധാനിയായിരുന്നു. നിരവധി തവണ ഒറ്റയ്ക്കും ബാങ്കിന് മുന്നിൽ കുടുംബമായി എത്തി ആനന്ദൻ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. ആനന്ദന് 11 ലക്ഷം രൂപയാണ് ഇവിടെ നിക്ഷേപമുള്ളത്. അതിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത് എന്നാണ് കുടുംബം പറയുന്നത്. നേരത്തെ ഈ നിക്ഷേപം തിരികെ ലഭിക്കാനുള്ള ആളുകളെല്ലാം ഹൈക്കോടതിയെ സമീപിക്കുകയും ഘട്ടം ഘട്ടമായിട്ട് മുൻഗണനാ പ്രകാരം നിക്ഷേപം കൊടുത്തു തീർക്കാൻ ഹൈക്കോടതി ഉത്തരവുമുള്ളതാണ്. പക്ഷേ അങ്ങനെ ബാങ്കിൽ നിന്നുമുള്ള പണം തിരികെ നൽകാൻ ബാങ്ക് തയ്യാറാവാത്ത സാഹചര്യം വന്നപ്പോഴാണ് നിരവധി തവണ പ്രതിഷേധങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത്. പലിശ ഇനത്തിലുള്ള പണം മാത്രമാണ് ഘട്ടമായിട്ട് ഇപ്പോൾ നിക്ഷേപകർക്ക് നൽകുന്നത്. മറ്റ് മുഴുവൻ പണവും തിരികെ നൽകാനുള്ള ശേഷി ബാങ്കിന് ഇല്ല എന്നാണ് ബാങ്ക് അധികൃതർ നിക്ഷേപകരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വായ്പ തുകയിൽ ലഭിച്ചിരിക്കുന്ന പണം തിരികെ ലഭിച്ചാൽ മാത്രമാണ് ഈ ബാങ്കിന് പണം തിരികെ നൽകാൻ, നിക്ഷേപകർക്ക് പണം തിരികെ നൽകാനുള്ള ശേഷി ഉണ്ടാവുക. ആ സമയത്ത് പണം പൂർണ്ണമായും നൽകാം. അതുവരെയുള്ള സമയത്ത് ഈ പലിശ ഇനത്തിലുള്ള പണം മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് നിക്ഷേപകരെ ബാങ്ക് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പലിശ ഇനത്തിലുള്ള പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ആനന്ദൻ പലതവണ ബാങ്ക് കയറി ഇറങ്ങുന്നു. ഇന്നലെ ഈ പലിശ ഇനത്തിലുള്ള പണം ലഭിക്കുന്നതിന് വേണ്ടി ബാങ്കിലെത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അതേ തുടർന്നാണ് വൈകിട്ട് ഗുളികകൾ കൂടുതലായി കഴിച്ച് ആനന്ദൻ ആത്മഹത്യാശ്രമം നടത്തിയതെന്നാണ് മകൾ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ആനന്ദൻ ഇപ്പോഴുള്ളത്. പക്ഷേ ബാങ്ക് അധികൃതർ പറയുന്നത് ഇന്നലെയും ആനന്ദൻ എത്തിയായിരുന്നു, പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല. പണം പലിശ ഇനത്തിലുള്ള പണം തിരികെ നൽകുന്നതിനുള്ള ശ്രമങ്ങൾ ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നാണ് കോന്നി റീജിയണൽ സഹകരണ ബാങ്ക് അധികൃതർ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കാലങ്ങളായിട്ട് ഇവിടെ നിക്ഷേപകർ പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പണം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഉണ്ടാവുകയും ചെയ്തത്. ആ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും നിക്ഷേപകർക്ക് അവർ നിക്ഷേപിച്ചിരിക്കുന്ന പണം, അത് 50,000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെയുള്ള പണം നിക്ഷേപിച്ച് പണം തിരികെ ലഭിക്കാത്ത നിക്ഷേപകരുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ആനന്ദൻ. 11 ലക്ഷം രൂപ ലഭിക്കേണ്ടതുണ്ട്. ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾക്ക് അടിയന്തരമായി പണം തിരികെ വേണം എന്നായിരുന്നു ആനന്ദൻ ആവശ്യപ്പെടുകയും ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് പോലീസിൽ പരാതി നൽകുകയും പോലീസിന്റെ ഇടപെടലിലൂടെ പലിശ ഇനത്തിലുള്ള പണം ഘട്ടമായി നൽകാൻ തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തത്. അത് മുടങ്ങിയതിലുള്ള ഒരു പ്രതിഷേധവുമായിട്ടാണ് ആനന്ദൻ ഈ ഗുളികകൾ കൂടുതലായി കഴിഞ്ഞ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരമായിട്ട് ചികിത്സയിൽ കഴിയുന്നത്. ശരി. പശ്ചിമ ബംഗാളിൽ വിഘടനവാദ മുദ്രാവാക്യം. കൊൽക്കത്ത ജാദവ്പൂർ സർവകലാശാലയിലാണ് സംഭവം. ആസാദ് കശ്മീർ, ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങളാണ് എഴുതിയത്. സംഭവത്തിൽ ഇടത് വിദ്യാർത്ഥി സംഘടനയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. കൊൽക്കത്തയിൽ ജാദവ്പൂർ സർവകലാശാലയിലാണ് ആസാദ് കശ്മീർ, ഫ്രീ പാലസ്തീൻ തുടങ്ങിയ വിഘടനവാദ മുദ്രാവാക്യങ്ങൾ എഴുതിയത്. സർവകലാശാലയുടെ ഗേറ്റ് നമ്പർ 3 സമീപമുള്ള ചുമരിലാണ് മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളും പതിപ്പിച്ചത്. സംഭവത്തിൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തകർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഭാരതീയ ന്യായ സംഹിത സെഷൻ 61(2) ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് നടപടി. CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ്. വിഘടനവാദ മുദ്രാവാക്യം എഴുതിയവർക്കെതിരെ കർശന നടപടി വേണമെന്നും സർവകലാശാലകൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള വേദിയാക്കാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിച്ചു. നേരത്തെ കശ്മീരിൽ ഭീകരവാദികൾ ആശയ പ്രചാരണത്തിനും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിനും വ്യാപകമായി ഉയർത്തിയിരുന്ന മുദ്രാവാക്യമാണ് ആസാദ് കശ്മീർ. നിലവിൽ പാക് അധിനിവേശ ജമ്മു കശ്മീരിൽ ഹമാസ് ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തതോടെ വിഘടനവാദ മുദ്രാവാക്യങ്ങൾ എഴുതിയ സംഭവത്തെ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ നോക്കിക്കാണുന്നത്. ജനം, ഡൽഹി. വയനാട് പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന് ഈ മാസം 27-ന് തറക്കല്ലിടും. രാഷ്ട്രീയം നോക്കാതെ പുനരധിവാസ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഇടപെടലുകളെക്കുറിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. അതേസമയം അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോയി. വയനാട് പുനരധിവാസം ഈ മാസം 27-ാം തീയതി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് വേണ്ടി മുഖ്യമന്ത്രി കല്ലിടും. കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാവരും ടൗൺഷിപ്പിന്റെ കല്ലിടൽ ചടങ്ങിനായി പങ്കെടുക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. 120 കോടി രൂപയാണ് റോഡ് നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത്. ദുരന്തബാധിതരുടെ പട്ടിക അന്തിമമല്ല. എല്ലാവരുടെയും പരാതികൾ കേൾക്കും.
മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ചൂരൽമലയിലെ പുതിയ പാലം ഏറ്റവും ആധുനികമായ രീതിയിൽ 2 പുന്നപ്പുഴയുടെ കരയിലോ തീരത്തോ കാലുകളില്ലാത്ത വിധം പാറകളെ ബന്ധിപ്പിച്ച റോഡ്. സാർ, വെള്ളാർമല സ്കൂൾ നമ്മുടെ അഭിമാനമായ ഉണ്ണിമാഷിന്റെയും മക്കളുടെയും സ്കൂൾ. സാർ, വൈത്തിരിയിലെ താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം 15 കോടി രൂപയാണ് അതിന് ചെലവഴിക്കുന്നത്. 110 kV സബ്സ്റ്റേഷന്റെ എൽസ്റ്റോൺ ടൗൺഷിപ്പ്. സാർ, അവിടെ കരാപ്പുഴയിലെ MLD വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 6 ഹെലിപ്പാഡുകൾ. സാർ, അവിടെ 8 മൾട്ടിപർപ്പസ് ഷെൽട്ടറുകൾ. ഇങ്ങനെ തുടങ്ങി 16 പദ്ധതികൾക്ക് കടമായി കിട്ടിയ പണമാണെങ്കിലും അത് വിനിയോഗിക്കുന്നതിന് എല്ലാ വിധത്തിലുള്ള നടപടികളും ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതേസമയം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരിതബാധിതരെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. അനാവശ്യമായി സാർ ചുവപ്പ് നാടയിൽ കുടുങ്ങി തീരുമാനമെടുക്കാതെ, ഒരു ലിസ്റ്റ് പോലും തയ്യാറാക്കാൻ പറ്റാതെ, ചികിത്സാ സഹായം കൊടുക്കാതെ, വിദ്യാഭ്യാസ സഹായം കൊടുക്കാതെ വയനാട്ടിലെ ഈ മുണ്ടകൈ ചൂരൽമലയിലെ ദുരന്തബാധിതരെ ഗവൺമെന്റ് ഇപ്പോൾ ആദ്യം കാണിച്ച ആവേശം മുഴുവൻ നഷ്ടപ്പെടുത്തി. ഇപ്പോൾ പറഞ്ഞതുപോലെയല്ല, അവർ പ്രയാസത്തിലാണ്. സാർ, അതിൽ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യുന്നു. ദുരന്തം ബാധിച്ചവരെയും ദുരന്തത്തിൽ ആഘാതമേറ്റവരുടെയും വ്യക്തമായ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതും ദുരന്ത മേഖലയിലെ സർക്കാരിന്റെ ഇടപെടലുകളെയും കുറിച്ചാണ് കൽപ്പറ്റ MLA T. സിദ്ദിഖ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ റവന്യൂ മന്ത്രിയുടെ മറുപടി തൃപ്തികരമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം പുത്തൻചന്ത ശ്രീ ഉജ്ജയിനി മഹാകാളി അമ്മൻ ദേവസ്ഥാനത്തിൽ അമ്മൻകൊട മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രിമുഖ്യൻ KR വേണുഗോപാൽ പോറ്റിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുക. 1ാം ദിനമായ ഇന്നലെ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ജനം TV MD S. രാജശേഖരൻ നായരും ഭാര്യയും 1ാം ദിനത്തിൽ മുഖ്യാതിഥികളായി. അനന്തപുരിയിലെ അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ പുത്തൻചന്ത ശ്രീ ഉജ്ജയിനി മഹാകാളിയമ്മൻ ദേവസ്ഥാനത്തെ 3 ദിവസം നീളുന്ന മഹോത്സവ ചടങ്ങുകൾ നാളെ സമാപിക്കും. തന്ത്രിമുഖ്യൻ KR വേണുഗോപാൽ പോറ്റിയാണ് മഹോത്സവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസത്തെ കാപ്പുകെട്ടി കുടിയിരുത്തലുടെ അമ്മൻകൊട മഹോത്സവത്തിന് ആചാരപരമായ തുടക്കമായി. ജനം TV MD ചെങ്കൽ S. രാജശേഖരൻ നായരും ഭാര്യയും ചലച്ചിത്ര നടിയുമായ രാധയും ചടങ്ങിൽ മുഖ്യാതിഥികളായി. ക്ഷേത്ര വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. മഹോത്സവത്തിന്റെ 2ാം ദിനമായി ഇന്ന് മഹാകാളിയമ്മയ്ക്കും ഉപദേവതകൾക്കും അഭിഷേകം, ദേവിയുടെ പുറത്തെഴുന്നള്ളിപ്പ്, വലിയ പടുക്ക, അർദ്ധയാമ പൂജ എന്നിവയും നടക്കും. 3ാം ഉത്സവ ദിവസമായ നാളെ സമൂഹ പൊങ്കാലയും പൊതുപുഷ്പാഭിഷേകവും മറ്റു പൂജകളും ഉണ്ടാകും. ജനം, തിരുവനന്തപുരം. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.